ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലെ അടുത്ത ഒരു പ്രോബ്ലം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആർ എൽ സർക്യൂട്ട് തന്നെയാണ്. ആർ എൽ സർക്യൂട്ടിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 6 ഓം, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 ഓം, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആറിൽ നെക്രോസ് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 141.4 RMS വാല്യൂ ആണ്, ക്യാപിറ്റൽ വി ആണ് തന്നിട്ടുള്ളത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വി ബൈ ഐ ആണ്, ദാറ്റ് ഈസ് ആർ പ്ലസ് ജെ എക്സ് എന്ന് എഴുതി, ആർ പ്ലസ് ജെ 8 എന്ന് എഴുതി. അതിനെ പോളാർ ഫോമിലേക്ക് മാറ്റാൻ √(r²+8² tan ഇൻവേഴ്സ് ഓഫ് 8/6, ദാറ്റ് ഈസ് 10 ആംഗിൾ 53.1 ഡിഗ്രിയാണ്. അതായത് കറണ്ട് ലാഗ് ബിഹൈൻഡ് ദി അപ്ലൈ വോൾട്ടേജ് 51.3 ആണ്. വി ടേക്ക് ആസ് എ റെഫറൻസ് ക്വാണ്ടിറ്റി. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വി എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ വി എം കണ്ടുപിടിക്കാൻ RMS വാല്യൂ തന്നാൽ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 141.4 ഇൻറ്റു √3 ചെയ്താൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആയി, വോൾട്ടേജ് ആയി, എന്നുവെച്ചാൽ 200 സൈൻ ഒമേഗ ടി ആവും. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാൻ വി എം സൈൻ ഒമേഗ ടി ബൈ സെഡ് ചെയ്താൽ മതി. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക വോൾട്ടേജിനെ. അപ്പോൾ 20 ആംപിയർ സൈൻ ഒമേഗ ടി മൈനസ് 53.1, ദാറ്റ് ഈസ് വോൾട്ടേജിൻ്റെ ആംഗിൾ 0 ആണെങ്കിൽ. ദെൻ വോൾട്ടേജ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് 100 ഇൻക്രീസ് ചെയ്തു, +100 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 100 ഈക്വൽ ടു, അതായത് ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് 100 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5 അത് കറണ്ട്, വോൾട്ടേജ് ആണെങ്കിൽ 200 ഒമേഗ ടി. ആ 200 ഒമേഗ ടി എന്ന് പറയുന്ന സാധനം പകുതി വോൾട്ടേജ്, ദാറ്റ് ഈസ് 100 ഈക്വൽ ടു 200 സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗ ടി കണ്ടുപിടിക്കാം. 0.5 ആണ്. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 0.5 ആണെങ്കിൽ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 0.5 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് വരിക. അതായത് അറ്റ് എനി ഇൻസ്റ്റന്റ് കറണ്ട് ഈസ് ഗിവൺ ബൈ 20 സൈൻ 30 മൈനസ് ഒമേഗ ടിക്ക് പകരം 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് 53.1. സോ മൈനസ് സൈൻ്റെ വാല്യൂ മൈനസ് ആവും, കാരണം 30-ൽ നിന്ന് 53.1 കുറച്ചാൽ മൈനസ് 23.1 ആണ്. സൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഇട്ടാൽ മൈനസ് ഡിഗ്രി ആണെങ്കിൽ മൈനസ് വാല്യൂ ആവും റിസൾട്ടൻ്റ്. സോ മൈനസ് 20 സൈൻ 23.1 ആണ്. അത് കാൽക്കുലേറ്റർ അടിച്ചാൽ 7.8741 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. അതേപോലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എല്ലാം കൂടി ഒന്നുകൂടി എഴുതിയതാണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ഐ ഇൻറ്റു ആർ. ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കിട്ടി, മൈനസ് 7.847 ഇൻറ്റു ആറ് ചെയ്താൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ മൈനസ് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ കറണ്ട് അക്രോസ് ഇൻഡക്ടർ കാണുന്ന ചോദിച്ചിട്ടുള്ളത്, ഇൻഡക്ടർ കാണാൻ പറഞ്ഞില്ല. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ -20 സൈൻ ഒമേഗ 30, ദെൻ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്. മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ IM ഇൻറ്റു XL ആണ്. സോ -200 -7.847 ഇൻറ്റു 8 എന്ന് പറയുന്നത് XL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ IM എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ, 20 ആണ്. IM എന്ന് പറഞ്ഞാൽ 20 അല്ലേ.
IM എന്ന് പറഞ്ഞാൽ 20ആണ്. അപ്പം നമ്മളിവിടെ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 160 വോൾട്ടേജ് ആണ് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇൻഡക്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കറണ്ട് ഇറ്റ്സെൽഫ് ലാഗ് ബൈ അപ്ലൈഡ് വോൾട്ടേജ് 53.1. ഇറ്റ് ലീഡ് കറണ്ട് ബൈ 90 ഡിഗ്രി. സോ റിയാക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് 53.1 ആണ്. ദാറ്റ് ഈസ് 36.9 ആണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഒമേഗ ടി എന്ന് പറഞ്ഞത് 30 ഡിഗ്രി ആണെങ്കിൽ ഡബിൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആയ 160 സൈൻ 30 പ്ലസ് 36.9 ദാറ്റ് ഈസ് ഈക്വൽ ടു 160 സൈൻ 66.9 ആണ്. ആദ്യം നമുക്ക് വി എം കിട്ടണം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി എന്നാണ്. പ്ലസ് 5 ഉണ്ടാവും. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ 160 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ മാക്സിമം കറണ്ട് നമ്മളെ കയ്യിലുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സൈൻ 30 പ്ലസ് 60 ചെയ്യുമ്പോൾ 66.9 കിട്ടും. ദാറ്റ് ഈസ് 147.2 വോൾട്ട് കിട്ടും. താങ്ക് യു for watching this video.